ആവേശം അവസാന നിമിഷം വരെ നീണ്ട മത്സരത്തിൽ ഈജിപ്തിനോട് സമനില വഴങ്ങി ഇറാൻ. ഇഞ്ചുറി ടൈമിൽ ഇറാൻ നേടിയ ഗോൾ ഓഫ് സൈഡ് വിളിച്ചതോടെ കളത്തിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൌട്ടിലെത്തി. ഇറാന്റെ സാധ്യതകൾ ഇപ്പോൾ മങ്ങിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് മാത്യു ചേരുകയാണ്. മനീഷ്, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇറാൻ അമേരിക്ക യുദ്ധ പശ്ചാത്തലത്തിലുള്ള ചർച്ചകളാണ്. ആ രീതിയിലാണ് ഈ ലോകകപ്പിൽ പോലും തീരുമാനം വന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ആ വിമർശനങ്ങൾ വരുന്നു. കാരണം ഇറാന് അനുകൂലമായ ഒരു തീരുമാനം ഇല്ലാതിരിക്കാൻ റഫറിമാർ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വിമർശനങ്ങളും ഉയരുകയാണ്. രജിഷ, വിമർശനങ്ങൾക്ക് ആധാരം എന്ന് പറയുന്നത് ഈ അവസാന മിനിറ്റിൽ, അതായത് ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷം ഉണ്ടായ ഒരു ഗോളിനെ സംബന്ധിച്ചിടത്തോളമാണ്. അത് നോക്കുമ്പോൾ വളരെ നാരോ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇറാൻ്റെ താരത്തിൻ്റെ ഒരു കൈയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഓഫ്സൈഡ് പൊസിഷന് പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ അതൊരു ഓഫ്സൈഡ് അല്ല എന്ന് തോന്നുമെങ്കിലും പിന്നീട് വാർ പരിശോധന അതിൽ ഓഫ് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഗോൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ലാസ്റ്റ് ഡിഫൻഡർ ഗോളി മുമ്പോട്ട് കയറിയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡിഫൻഡറെ ഗോളിയുടെ സ്ഥാനത്ത് പരിഗണിക്കുകയും അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ലാസ്റ്റ് ഡിഫൻഡറെ ഓഫ് സൈഡിൽ പരിഗണിച്ചുമാണ് ഈ ഓഫ് സൈഡ് നിർണ്ണയിച്ചിട്ടുള്ളത്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലെയർ ഉള്ളതുപോലും ഈ മറ്റുള്ളവർക്കിടയിൽ ഒരു കൺഫ്യൂഷന് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ആവേശകരമായ മത്സരമാണ് ഇറാൻ ഈജിപ്ത് ഉണ്ടായത്. ഈ മത്സരത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ ഈജിപ്തിനെ പിന്തള്ളി ഇറാന് ഈ ഒരു നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. മത്സരം തുടങ്ങി 5-ാം മിനിറ്റിൽ തന്നെ ഈജിപ്ത് സ്കോർ ചെയ്യുന്നു. പിന്നീട് 13-ാമത്തെ മിനിറ്റിൽ ഇറാൻ ഒരു പെനാൽറ്റി ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാൻ ഇറാൻ ക്യാപ്റ്റന് കഴിയുന്നില്ല. അത് ഈജിപ്തിൻ്റെ ഗോളി തടയുന്നൊരു സാഹചര്യം. പിന്നീട് ആവേശകരമായ മത്സരത്തിൽ ഇറാൻ ഒരു ഗോൾ മടക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഒരു 85 മിനിറ്റ് ശേഷം അല്ലെങ്കിൽ ഒരു 80 മിനിറ്റ് ശേഷം ഇറാൻ തുടർച്ചയായി ഈജിപ്തിൻ്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്നതാണ് നമ്മൾ മത്സരത്തിൽ കണ്ടത്. എപ്പോഴും ഒരു ഗോൾ വീഴുമെന്നൊരു തോന്നലുണ്ടാകുന്നു. അങ്ങനെയാണ് ഇഞ്ചുറി ടൈമിലേക്ക് മത്സരം പോകുന്നത്. അവിടെ നിന്ന് ലഭിച്ചൊരു ഫ്രീ കിക്കിൽ നിന്ന് ആ ഗോൾ വഴിയുകയും അതിൽ വലിയൊരു ആഘോഷം ഇറാൻ താരങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഗോൾ നേടിയ താരം ജേഴ്സി അടക്കം ഊരിയാണ് വലിയൊരു ആഘോഷത്തിലേക്ക് പോകുന്നത്. പക്ഷേ വാറിൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു ഓഫ് സൈഡ് എന്ന തീരുമാനത്തിലേക്ക് വന്നതോടെ വലിയ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. മാത്രമല്ല, ഗാലറിയിലടക്കം വലിയ രീതിയിലുള്ള ഇറാൻ ആരാധകർ കണ്ണീരണിയെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി എടുക്കുമ്പോൾ അമേരിക്ക മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് പുറത്ത് ഇറാൻ നോക്കൌട്ട് റൗണ്ടിലേക്ക് തടയാൻ വേണ്ടി ചെയ്തതാണെന്ന് അടക്കമുള്ള ചർച്ചകളും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. എന്തായാലും ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും അതുപോലെ തന്നെ ഈജിപ്തും നിലവിൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. രജീഷ്, ശരി മനീഷ, എന്തായാലും ഈ ലോകകപ്പിൽ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല. 3 മത്സരത്തിലും സമനിലയാണ് ഇറാന് സംഭവിച്ചത്. എന്തായാലും 3 പോയിന്റ് നിലവിലുണ്ട്. അവസാന ഘട്ട മത്സരം അനുസരിച്ച് ഏത് രീതിയിലായിരിക്കും പോയിന്റ് നില എന്നതനുസരിച്ചായിരിക്കും ഇറാന്റെ ഭാവി. എന്തായാലും അതിന് സാധ്യത വളരെ കുറവുമാണ്.